Malappuram special Kuzhimanthi കണ്ട നല്ല രീതിയിൽ കൂടെ ഗ്രാൻഡായിട്ടാണ് അവർ നമുക്ക് സാധനം പ്രസൻറ്റ് ചെയ്തേക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഇരിക്കുന്ന ഒരു ഫുഡ് ടേസ്റ്റിംഗ് വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇനി പോകുന്നത്. ഇപ്പോൾ അഞ്ജലി വന്നു കഴിഞ്ഞാൽ കുഴിമന്തി കഴിക്കണമെങ്കിൽ ഇവിടെ മലപ്പുറം കുഴിമന്തി ഈ റെസ്റ്റോറൻറ്റിൽ തന്നെ വരണം. കാരണം ഭയങ്കര ടേസ്റ്റിങ്ങാണ്. എല്ലാവരും നല്ല ഒരു എക്സ്പീരിയൻസാണ് പറയുന്നത്. ഫുഡ് നല്ലതാണെന്നാണ് പറയുന്നത്. നമുക്കന്നേരം വേണ്ട ഹോട്ടലിൻ്റെ ഫ്രണ്ടിലുണ്ട് വേണ്ട ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് മലപ്പുറം കുഴിമന്തി. നമുക്കന്നേരം അങ്ങോട്ട് കയറിയിട്ട് കാഴ്ചകൾ കണ്ടിട്ട് അവിടുത്തെ ഫുഡ് കുഴിമന്തി ഒന്ന് കഴിച്ച് നമുക്ക് നോക്കാം. നല്ലതെന്നോ അല്ലയോ ഒന്ന് അറിയണമല്ലോ. നമുക്ക് അഞ്ജലി വരുന്നവർക്ക് സ്പെഷ്യൽ ഒരു ഫുഡ് കൂടിയാണെന്ന് പറയാൻ പറ്റും. കുഴിമന്തി കഴിക്കാത്ത ആരും ഉണ്ടോ ഈ കൂട്ടത്തിൽ? ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്തേക്കണം. കാരണം കഴിക്കണമെങ്കിൽ അഞ്ജലി വഴി പാസ് ചെയ്യുന്നവർക്ക് ആർക്ക് വേണമെങ്കിലും ഇവിടെ വരാമെന്നാണ്. നമുക്ക് അങ്ങോട്ട് പോയി കുഴിമന്തി മലബാർ സ്റ്റൈൽ സ്പെഷ്യൽ സ്റ്റൈൽ കൂടിയാണ്. അപ്പോൾ അതൊന്ന് കഴിച്ച് നമുക്ക് നോക്കിയേക്കാം. ഹോട്ടലിലേക്ക് ആദ്യം പോകാം. ഹോട്ടലിൻ്റെ പേര് മലപ്പുറം കുഴിമന്തി. അഞ്ജലി വരുമ്പോൾ തന്നെ BSNL ഓഫീസിൻ്റെ ബാക്ക് സൈഡിലാണ് ഈ ഹോട്ടൽ. അന്നേരം റോഡ് സൈഡ് മെയിൻ റോഡ് സൈഡിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇവിടെയൊക്കെ ഈ അടുത്തുള്ള ചേട്ടന്മാരെ ഇവർ പറഞ്ഞ് നല്ല ഫുഡാണെന്നാണ് പറഞ്ഞത്. നമുക്കന്നേരം അങ്ങോട്ട് കയറി കഴിച്ചിട്ട് ഫുഡ് കഴിച്ച് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഇവിടെ ഫാമിലിയായിട്ട് വന്നു കഴിഞ്ഞാൽ കഴിക്കാൻ സൗകര്യം ഉണ്ടല്ല. പിന്നെയുള്ളത് തന്നെ സിംഗിളായിട്ട് ഇരിക്കാൻ വേണ്ടി ചെറിയ ചെറിയ ഓരോ കൗണ്ടറുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവരുടെ കിച്ചൺ ഇതാണ്. ഇവർ നല്ല എല്ലാ ഫുഡും ഇവിടെ നിന്നാണ് എല്ലാം നമ്മുടെ ടേബിളിലോട്ട് എത്തുന്നത്. അവിടെ തന്നെ അൽഫാം ചിക്കനെ കുഴിമന്തി അങ്ങനെ ഉൾപ്പെടെ എല്ലാത്തിൻ്റെയും അവിടെ ചെയ്യുന്നുണ്ട്. അവർ ബോയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ വന്നപ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബേഴ്സിനെ കണ്ടിട്ടുണ്ട്. അവർ എൻ്റെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക. ഇടയ്ക്ക് അവരെ ശല്യപ്പെടുത്താതെ നിങ്ങൾ ആരും കമൻറ്റ് ചെയ്യരുത്. ഇവിടെ കണ്ടിരിപ്പുണ്ട്. എങ്ങനെ പേരെങ്ങനെയായിരുന്നു? വിഷ്ണു എന്ന് പറഞ്ഞ ആളാണ്. ഇതാണ് ചേട്ടൻ്റെ പേരെങ്ങനെ? ഇവിടെ ഉള്ളവരാണോ? നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് റോസ്മല ഉൾപ്പെടെയുള്ള വീഡിയോകൾ കണ്ടിട്ടുണ്ട്. നമ്മളോട് ഇങ്ങോട്ട് പറഞ്ഞു ടിൻസ് ആണോ എന്ന് ചോദിച്ചു. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ രണ്ടുപേരെ കഴിക്കുന്നുണ്ട്. കണ്ടോ? താങ്ക് യു. സമയം 3:45. നല്ല വിശപ്പ്, ഒരു രക്ഷയില്ല. അന്നേരം അഞ്ജലി വന്നപ്പോൾ പെട്ടെന്ന് ഈ ഹോട്ടലിൽ ഇവിടെ വന്നപ്പോൾ ഒരുപാട് ഹോട്ടലിൽ എന്താ ചോദിച്ചപ്പോൾ ആദ്യം പറഞ്ഞു ഇങ്ങനെ ഇവിടെ കുഴിമന്തി കിട്ടുന്ന ഒരു കടയുണ്ട്, ഇങ്ങോട്ട് പോരാനാണ് പറഞ്ഞു. ഞങ്ങളിങ്ങോട്ട് വരുമോ. ഇതിൻ്റെ ചുറ്റിനുമുള്ള നല്ല വൃത്തിയൊക്കെ ഉണ്ട്. നല്ല വലിയ ഹോട്ടലാണ്. ഒരു വീട് പണിഞ്ഞ് നവീകരിച്ചിട്ട് 1 മാസമല്ലോ തുടങ്ങിയിട്ട്. അന്നേരം കുഴിമന്തി നമുക്കൊന്ന് കഴിച്ചു പോകാം. നമ്മൾ പറഞ്ഞ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കില്ല, കഴിച്ച് തന്നെ പറയാം അല്ലേ. കുപ്പിയിലൊക്കെ വെള്ളം കിട്ടുക കേട്ടോ. അതൊരു നമ്മളൊന്നും കണ്ടിട്ടില്ല. അതൊരു വേറെ രീതിയല്ലേ. അതെ, കുപ്പി വെള്ളം വെക്കുന്ന രീതി ഇതുവരെ കണ്ടിട്ടില്ല. അത് എത്ര സെറ്റപ്പ് അറിയത്തില്ല. ചൂടൊന്നും പോകത്തില്ല. അതായത് വേറെ കുഴിമന്തി അങ്ങനെ വന്നിട്ടുണ്ട്. സംഭവം ഇങ്ങനെ അവർ പ്ലേറ്റിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അൺലിമിറ്റഡ് റൈസ് ആണെന്നാണ് പറയുന്നത് അല്ലേ. മലപ്പുറം സ്പെഷ്യൽ കുഴിമന്തി കണ്ട ഈ സാധനം കൊണ്ടുവന്നത് വെടിക്കെട്ട് ഡെക്കറേഷനാണ് കേട്ടോ. നല്ല രീതിയിൽ കൂടെ ഗ്രാൻഡായിട്ടാണ് അവർ നമുക്ക് സാധനം പ്രസൻറ്റ് ചെയ്തേക്കുന്നത്. അതൊന്നും പറയണ്ട. ഇത് ക്യാരറ്റ് ഏതാണ്ട് മുളകൊക്കെ വെച്ച് കുക്കുമ്പറൊക്കെ കട്ട് ചെയ്ത് വെച്ച് മല്ലിച്ചപ്പൊക്കെ ഇട്ട് മല്ലി ഇലയൊക്കെ തന്നെ ഇട്ട് ചിക്കനെ കൊണ്ടൊക്കെ ഇട്ട് അടിപൊളി ഗ്രാൻഡായിട്ട് തന്നെ ഗാർണിഷ് ചെയ്ത് നമുക്ക് സാധനം കൊണ്ടുണ്ട്. ഇതിൻ്റെ കൂടെയുള്ള സൈഡ് ഡിഷായിട്ടുള്ള ഐറ്റമാണ് സാൾട്ട് പോലെ വരുന്നതാണ്. കാബേജാണ് മിക്സ് ചെയ്ത് വരുന്നത്. പിന്നെ അതിൻ്റെ കൂടെ വരുന്ന ഇത് മയോണൈസ് ഉണ്ട് ഇതിനകത്ത്. പിന്നെ ഇത് ടൊമാറ്റോ സോസ്. അപ്പോൾ നമുക്ക് ഇത്ര ഐറ്റം വിശാലമായിട്ട് സാധനമാണ് കേട്ടോ. സാധനം ഇഷ്ടം പോലെ ഉണ്ട്, ഒന്നും പറയണ്ട. അൺലിമിറ്റഡ് ഷെയർ ചെയ്ത് 2 പാത്രത്തിൽ ആദ്യം കറച്ചിട്ടുണ്ട്. വിശപ്പിൻ്റെ കാര്യം കാരണം ഞങ്ങൾക്ക് നിൽക്കാൻ ഇല്ല. വളരെ ടേസ്റ്റ് ചെയ്യുന്ന നമ്മൾ ഇത് സത്യം പറഞ്ഞാൽ വിശന്ന് പണ്ടാരം അടങ്ങിയിട്ടാണ് നമ്മളിവിടെ വന്നത്. എന്നാലും ഇത് വീഡിയോ എടുക്കുകയെന്ന് പറഞ്ഞാൽ നമുക്ക് സമ്മതിക്കത്തില്ല. ഇതൊന്നും അല്ലാതെ ഒന്നും ഇതൊന്നും കഴിക്കാൻ പോകും. ഒരു രക്ഷയില്ല. വിശപ്പെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, വെളി കേൾക്കാം. വിശപ്പിൻ്റെ ഉൾവിളി അവിടെ വരുന്നുണ്ട്. സംഭവം കൊള്ളാം കേട്ടോ. കുഴിമന്തി എന്ന് പറയുന്ന സംഭവം അടിപൊളി. നമ്മളിതൊന്നും അധികമൊന്നും കാണത്തില്ല. മലപ്പുറം സ്റ്റൈലാണെന്ന മലപ്പുറം സ്റ്റൈൽ കുഴിമന്തി ആ സാധനം. അപ്പോൾ ടേസ്റ്റ് നമ്മളിത് ആദ്യമായിട്ടാണ് കഴിക്കുന്നത് ഇങ്ങനെ ഈ രീതിയിൽ തന്നെ. ഗാർണിഷ് ചെയ്ത് നമ്മുടെ ഐറ്റംസ് എല്ലാം ഉണ്ട്. കാരണം ഇതിനകത്തുണ്ട് മയോണൈസ് ഉണ്ട്. പിന്നെ സാലഡ് കണ്ട് നമ്മൾ വിളമ്പിച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കൂട്ടി നോക്കാം. ഇവന് അന്നേരം കഴിച്ച് നല്ല അഭിപ്രായം പറഞ്ഞിരിക്കുന്നല്ലേ. നമുക്കൂടെ ഇതൊന്ന് കഴിച്ച് നോക്കാം അല്ലേ. ഇവന് കഴിച്ച് നല്ല അഭിപ്രായം പറഞ്ഞു. നല്ല ഫുഡാണെന്ന് പറഞ്ഞത്. അല്ല നമുക്കൊന്ന് കഴിച്ച് നോക്കാം.
ചിക്കനൊക്കെ നല്ല പീസുണ്ട്. നമുക്ക് ഇതിനെ ഇങ്ങോട്ട് എടുത്തിട്ട് ഈ റൈസും കൂട്ടി ഒന്ന് കഴിച്ച് നോക്കാം എങ്ങനെയുണ്ട്. ഒരു ടേസ്റ്റാകണം, ഒരു രക്ഷയില്ല, അടിപൊളി സ്ഥലമാണ്. നിങ്ങൾ അന്നേരം ഇങ്ങോട്ട് ഈ അഞ്ചൽ ഭാഗത്ത് വരുവാണെങ്കിൽ ഇവിടെ കയറി ഒന്ന് കഴിച്ച് നോക്കണ്ടേ അല്ലേ? അതുപോലെ നല്ല ടേസ്റ്റുള്ള ഫുഡാണ്. 180 രൂപയ്ക്ക് അൺലിമിറ്റഡ് റൈസ്. അതാണ് അതിൻ്റെ വേറെ പ്രത്യേകത. നമുക്കതിന് ഇത് കഴിച്ച് മൊത്തം തീർത്തിട്ട് ബാക്കി കാര്യം പറയാം. നമ്മളിവിടെ വന്നപ്പോൾ നമ്മുടെ ഈ ഹോട്ടലിൻ്റെ ഓണർ കണ്ടില്ല. പുള്ളി എവിടെ ബിസിയായിരുന്നു. ഇപ്പം നേരത്തെ വന്ന് ചാടിയിട്ടുണ്ട്. പുള്ളിയാണ് നമ്മളെ വിളിച്ചു. മലപ്പുറം തന്നെ വീട്. മലപ്പുറം തന്നെയാണ് വീട്. അന്നേരം ഇവിടെ മലപ്പുറം കുഴിമന്തി ഇവിടെ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പുള്ളി കാരണം അന്നേരം നല്ല ആളുകൾ വരുന്നുണ്ടല്ലേ? എങ്ങനെയുണ്ട് അഭിപ്രായം? നല്ല അഭിപ്രായമാണെന്ന് പറയാം. ഞങ്ങൾ അന്നേരം കഴിച്ച് കഴിയുമ്പോൾ ഈ പുള്ളിയെ വിശദമായിട്ടൊന്ന് ചോദിച്ച് നമുക്ക് മനസ്സിലാക്കാം. പോരെ, നമ്മൾ അൺലിമിറ്റഡ് റൈസ് എന്ന് പറഞ്ഞത് ചുമ്മാ അല്ല. വിമലൊക്കെ ഉണ്ട് ഒരു പ്ലേറ്റിലെ മൊത്തം അടിച്ച് ഒതുക്കിയിട്ട് വേണ്ട ഒരു പരിവാക്കി രണ്ടാമത് വേണമെന്ന് പറഞ്ഞ് രണ്ടാമതും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതാണ് അൺലിമിറ്റഡ് റൈസ് എന്ന് പറഞ്ഞാൽ അത് എഗ്രി തന്നെയാണ്. അൺലിമിറ്റഡ് റൈസ് തന്നെ ഇവിടെ വന്നാൽ കിട്ടും. അപ്പോൾ കുഴിമന്തി കഴിക്കുന്നവർക്ക് വയറ് നിറയാൻ ആരും പോകത്തില്ല. ഒരു ഹാഫ് കുഴിമന്തി കഴിച്ചാൽ 2 പേർക്ക് കഴിക്കാം. ഒരു ഹാഫ് പറഞ്ഞാൽ 2 പേർക്ക് സുഖമായിട്ട് കഴിക്കാം. അതാ അതിൻ്റെ ഒരു രീതി. പിന്നെ ഞങ്ങൾ ബാക്കിയോട് കഴിക്കാം. എന്നാണ് ഫ്രഷ് ലൈമൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, വന്നിരിപ്പുണ്ട്. അതും ഒരു ടേസ്റ്റ് നോക്കിയിട്ട് പറയാമെന്നാണ്, കഴിച്ചിട്ട് പറയാം. ചിക്കൻ ഐറ്റംസ് കഴിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ഫ്രഷ് ലൈം കുടിക്കണം. മസ്റ്റ് ആകട്ടെ, ജഗനത്തിന് വേണ്ടിയില്ല, വേറെ ഒന്നുമല്ല. നമുക്കിതൊന്ന് കുടിച്ച് നോക്കാം. ഇതിൻ്റെ കളർ തന്നെ നല്ല രീതിയില്ല. ഫ്രഷ് ലൈം സാധനം നമ്മൾ ഗ്രീൻ കളറിൽ കിട്ടാറുണ്ട്. ഇതുവരെ ലൈറ്റ് യെല്ലോ പോലെ കളറിൽ തന്നെ കിട്ടുന്നത് പൈനാപ്പിൾ തന്നെ. അതിൻ്റെ ആയിരിക്കാം ഇതിൻ്റെ ഒരു ടേസ്റ്റ്. അത് വേറെ ആയിരിക്കാം. കളർ എന്തായാലും നമുക്ക് കണ്ടപ്പോൾ പോസിറ്റീവ് ഇഷ്ടപ്പെട്ടു. ഇനി കുടിച്ചിട്ട് നോക്കിയിട്ട് പറയാം. അടാറ് ടേസ്റ്റ് കൊള്ളാല്ലേ, അടിപൊളി. കുഴിമന്തി ഈ ഹോട്ടലിൻ്റെ മലപ്പുറം കുഴിമന്തി ഇന്ന് പേരുള്ള ഈ ഹോട്ടലിൻ്റെ ഓണർ ചേട്ടൻ്റെ ഉണ്ട്. ചേട്ടനോട് നമുക്ക് 1-2 കാര്യങ്ങളൊക്കെ ചോദിക്കാം. ഇപ്പോൾ കൊല്ലം ഡിസ്ട്രിക്റ്റിൽ അഞ്ചൽ ടൗണിൽ വന്നു കഴിഞ്ഞാൽ തിരക്കി കഴിഞ്ഞാൽ ഈ ഹോട്ടൽ അപ്പം തന്നെ നാട്ടുകാർ മൊത്തം പറഞ്ഞു തരും. കാരണം അത്രയ്ക്ക് ഫേമസാണ്. എത്ര ആളാണ് ഈ ഹോട്ടൽ തുടങ്ങിയിട്ട്? കഴിഞ്ഞ മാസം 29th. കഴിഞ്ഞ മാസം 1 മാസം ആയില്ല. എങ്ങനെ പോകുന്നുണ്ട്? കസ്റ്റമേഴ്സ് എന്താ പറയുന്നത്? നല്ല അഭിപ്രായം. നല്ല. ഏറ്റവും കൂടുതൽ ചിലവാകുന്ന ഫുഡ് ഏതാ? മന്തി. പിന്നെ നമ്മൾ കുറേ ഐറ്റംസുകളുണ്ട്. ബീഫിൽ, ബിരിയാണിയിൽ എല്ലാം 5-6 ഐറ്റം ബിരിയാണി. നോൺ വെജിൽ ധാരാളം വിഭവങ്ങളുണ്ട്. വെജിലും ഉണ്ട്, ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഫുഡ് ഏതാ? എന്നാലും മന്തി തന്നെ. കുഴിമന്തി ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത്. ചിക്കൻ മന്തി, മട്ടൻ മന്തി എല്ലാം ചെയ്യുന്നുണ്ട്. തുടങ്ങിയ ഇടയ്ക്ക് 8-10ഓളം ജമ്പോളം കുഴിമന്തി ഒരു ദിവസം ഇവിടുന്ന് പൊട്ടിക്കുമായിരുന്നു, തുറക്കുമായിരുന്നു, പോകുമായിരുന്നു പറയുന്നത്. ഇപ്പം തന്നെ ഒരു 3-4 ജമ്പ് ആയി കഴിഞ്ഞു. ധാരാളം ആൾക്കാർ അന്വേഷിച്ചു വരും. താങ്ക് യു. ഓക്കെ. നല്ലൊരു ഫുഡാണ് നമുക്ക് ഇത്ര നേരം ഇവർ ഹോട്ടലുകാർ തന്ന്. അൺലിമിറ്റഡ് റൈസ് എന്ന് പറഞ്ഞാൽ അത് പറയേണ്ട തന്നെ. വിമലൊക്കെ രണ്ടാമത് ചോദിച്ചു വാങ്ങിച്ച് കഴിക്കുമായിരുന്നു കേട്ടോ. ഇവരൊക്കെ ആദ്യമായിട്ട് കാണുക പ്രത്യേകം. അത് തന്നെ. അന്നേരം വേറെ കാര്യമുണ്ട്. വലിയ ഡിസ്കൗണ്ട് ചെയ്ത് തന്നു. ഫുഡ് കഴിച്ചിട്ട് ഈ ചേട്ടൻ പറഞ്ഞു പൈസ തരണ്ട, പൊക്കോളം പറഞ്ഞു. 320 രൂപയാണ് ഡിസ്കൗണ്ട് ചെയ്ത് തന്നത്. നമ്മൾ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഒരു ഡിസ്കൗണ്ട് കൺസെഷൻ ചെയ്ത് തന്നാണ്. അന്നേരം ആ ചേട്ടനോടുള്ള നന്ദി അറിയിച്ചു കൊടുക്കുന്നു നമ്മൾ. അന്നേരം ഇതാണ്ട് ഇവിടെ വേറെ സ്റ്റാഫുണ്ട് കേട്ടോ. ഇവിടെ ധാരാളം പേരുണ്ട്. സെർവ് ചെയ്യുന്നവരെല്ലാം നല്ല ഫ്രണ്ട്ലിയാണ്. സ്ഥിരം ആളാണ്. ഇവർ സ്ഥിരം ഫുഡ് കഴിക്കുന്ന കസ്റ്റമറാണ്. ധാരാളം ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മലപ്പുറം കുഴിമന്തി റെസ്റ്റോറൻറ്റ് ഫാമിലി റെസ്റ്റോറൻറ്റ് കേട്ടോ, അങ്ങനെ തന്നെ പറയണം. റെസ്റ്റോറൻറ്റിലെ കാഴ്ചകളാണ്, വ്യത്യസ്തമായ ടേസ്റ്റ് ആണ്. ഇവിടെ വരപ്പുള്ള കാഴ്ച നല്ല വൃത്തി കേട്ടോ. നല്ല വൃത്തിയുണ്ട്. വൃത്തിയിൽ നല്ല നീറ്റായിട്ട് ഫുഡ് സെർവ് ചെയ്യുന്ന ഒരു രീതിയാണ്. നല്ല കിടുക്കൻ ഫുഡ്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കാഴ്ചയാണ്. അന്നേരം നമ്മൾ 2 പേര് വയർ നിറയെ അൺലിമിറ്റഡ് റൈസ് കൂട്ടി ചെയ്തപ്പോൾ വിത്ത് ലൈമോട് കൂട്ടി 320 രൂപ. 320 രൂപ ആയുള്ളൂ. അത്ര റേറ്റ് ഉള്ളൂ, കൂടുതലൊന്നുമില്ല. അന്നേരം നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കാഴ്ചകളാണ് നിങ്ങളുടെ മുന്നിലോട്ട് നമ്മൾ എത്തിക്കുന്നത്. അന്നേരം ഇത് ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. അന്നേരം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കണോട് ആക്കി കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തുന്നതാണ്. അടുത്ത ദിവസം വ്യത്യസ്തമായ പുതിയ കാഴ്ചയും വീഡിയോ ആയി ഞങ്ങൾ വരുമ്പോൾ ശുഭപ്രതീക്ഷയോടെ ഇന്നത്തെ ഈ വീഡിയോ സൈൻ ഓഫ് ചെയ്തേക്കാം. അതുവരേക്കും സൈൻ ഓഫ് ബൈ ഓൺലൈൻ ട്രാവൽ ടെക്. ബൈ, സി യു.